ഒരുപാടധികം മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ താഴത്തെ ലെവലിൽ നിന്ന് എടുത്തതിന് ശേഷം എൻ്റെ കൈവിട്ട് പോയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലു ഫോർജ്, മറൈൻ ഇലക്ട്രിക്കൽസ്, ഇങ്ങനെ ഒരുപാടധികം സ്റ്റോക്കുകളുണ്ട്. ഇവിടെ എല്ലാം എനിക്ക് വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആവശ്യമില്ലാത്ത സ്വിച്ചിങ്സ് ആയിരുന്നു. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം മേടിച്ചു, അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ബില്ലിംഗ് കൗണ്ടറിലോട്ട് പോകുമ്പോഴത്തേക്കും 4 കൗണ്ടർ ഉണ്ടെന്ന് കരുതുക. 4ൻ്റെ അകത്തും ക്യൂ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതിൻ്റെ അകത്ത് ആരാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ബില്ലടിക്കുന്ന ആളെന്നുള്ളത് നോക്കുന്നതായിരിക്കും. ഏറ്റവും കുറച്ച് ക്യൂവിൽ ആൾ നിൽക്കുന്നത് ഏതാണെന്ന് നോക്കുന്നതായിരിക്കും. ഇതെല്ലാത്തിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ക്യൂവിൽ ചെന്ന് നിൽക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ആ ഒരു ക്യൂവിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള 4 ക്യൂകളെ നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മളെക്കാട്ടിൽ മുന്നേ ഏതെങ്കിലും ക്യൂ മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അത് വേറൊരു കൗണ്ടറും ആദ്യം മൂവ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മുടെ ബില്ല് അടിക്കത്തില്ല എന്നില്ല. അപ്പോൾ അതേ കണക്ക് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു സ്റ്റോക്കിൽ കയറുന്നു, ബാക്കി നമ്മുടെ ഫ്രണ്ടിലുള്ള 5000 സ്റ്റോക്കുകളുമായിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അത് മൂവ് ചെയ്യുന്നു, ഇത് മൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് മാറുന്നതായിരിക്കും. അവിടെ പോകുമ്പോഴത്തേക്കും അതിൽ മൂവിൻ്റെ തൽക്കാലത്തേക്ക് ഒന്ന് പോസ് ചെയ്യപ്പെടും. നമ്മൾ ആദ്യം നിന്ന് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് രണ്ടും കിട്ടത്തില്ല. ഇതായിരിക്കും എപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ സ്വിച്ചിങ്സ് ബെറ്റർ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.